ശ്രീ PM നാരായണൻ, 2019 ശേഷം ഉള്ള ആദ്യ കൂടിക്കാഴ്ച എന്ന് പറയാമെങ്കിലും ഷെരീഫുമായി UN വാർഷിക സമ്മേളനത്തിനിടയിൽ ചെറിയ കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3 ദിവസത്തിനിടെ വീണ്ടും നടക്കുന്ന കൂടിക്കാഴ്ചയാണ് പാക് പ്രധാനമന്ത്രിയുമായി ട്രംപ് നടത്തിയിരിക്കുന്നത്. വളരെ ഊഷ്മളമായ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. എന്തൊക്കെയാണ് ഔദ്യോഗികമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്നതിപ്പോഴും രഹസ്യമായി തുടരുന്നു. ഈ കൂടിക്കാഴ്ചയെ സംശയത്തോടെ, ആശങ്കയോടെ നോക്കേണ്ടതുണ്ടോ ഇന്ത്യ? വലിയ ആശങ്കയോടെ കാണേണ്ടതായിട്ടില്ല. ഈ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ സൈഡ് ലൈനിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ സാധാരണമായി കാണാവുന്നതാണ്. പക്ഷേ ഈ പാകിസ്ഥാൻ അമേരിക്ക ബന്ധം ഊഷ്മളമാവുന്നത് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എന്താണ് ഈ അടച്ചിട്ട മുറിയിൽ ട്രംപും പാകിസ്ഥാൻ കരസേന ആർമി ചീഫും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. നമുക്ക് ഇത്രയും കാലത്തെ പാകിസ്ഥാന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ IMF നിന്നുള്ള ലോൺ കൂടുതൽ പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്നുള്ള ആവശ്യം അമേരിക്കയോട് ഉന്നയിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണവുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഇപ്പം അമേരിക്കയുടെ ഈ ബാഗ്രാം എയർപോർട്ട് തിരിച്ചു പിടിക്കണമെന്നുള്ള വലിയ ആവശ്യം ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ ഉപേക്ഷിച്ച അമേരിക്കയുടെ എയർഫീൽഡ്, അതിന് ബാഗ്രാം വലിയ ഒരു എയർപോർട്ടാണത്, അത് വീണ്ടും തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു തീരുമാനം ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും തിരിച്ചു കൊടുക്കില്ല എന്ന് താലിബാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ചിലപ്പം ഒരു നെഗോസിയേഷനുള്ള സാധ്യത പാകിസ്ഥാനിലൂടെ അമേരിക്ക ശ്രമിച്ചിരിക്കുന്നുണ്ടാവാം. മൂന്നാമതായിട്ട് എനിക്ക് കാണാനുള്ളത്, അമേരിക്കയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓപ്റ്റിക്സിനെങ്കിലും ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ സൗദി കരാറുണ്ട്. അതിൽ തീർച്ചയായിട്ടും അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് സൗദി അറേബ്യ പാകിസ്ഥാനോട് കൂടുതൽ അടുക്കുന്ന ഒരു പ്രതിച്ഛായ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിനെ ഒരു പരിധിവരെ മറവെക്കാനും ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മോർ ഓഫ് എൻ ഓപ്റ്റിക്സ് ദാൻ ആക്ച്വൽ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വ്യക്തമാക്കിയിട്ടുള്ളതും. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഫലം എന്നുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. തീർച്ചയായും പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഇന്ത്യക്ക് മേൽ വീണ്ടും തീരുവ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച എന്നത് കൂടി ഓർക്കണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് 2ാം ഘട്ടത്തിലെത്താം. ശ്രീ ബ്രിഗേഡിയർ വേണു നായർ, നമുക്കറിയാം അമേരിക്കയുമായി ഇന്ത്യക്കുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമേ ആകുന്നുള്ളൂ. അതിനു മുൻപ് മുതൽ തന്നെ പാകിസ്ഥാൻ അമേരിക്ക ബന്ധം എല്ലാ ഘട്ടത്തിലും എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് കാണാം. പക്ഷേ ഭീകരതയുടെ സ്പോൺസർമാർ എന്ന് പോലും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിരുന്ന ഇടത്താണ് ഇപ്പോൾ ഒരു ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ രംഗങ്ങൾ പുറത്തു വരുന്നത്. അവിടെ പാക് പ്രധാനമന്ത്രിക്ക് പുറമെ അസിം മുനീറിന്റെ സാന്നിധ്യം കൂടി നമ്മൾ കാണണം. 2ാം തവണയാണ് അസിം മുനീർ വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി അസിം മുനീർ ഉയർത്തിയത്. അതിനുശേഷവും ആ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നത് ഒരു ഭീഷണിയായി അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമായി നിലനിൽക്കുന്നുണ്ടോ? രേണുക ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഇൻഡോ അമേരിക്കൻ US പാകിസ്ഥാൻ ഈ 2 ബന്ധങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യ US ബന്ധത്തിനെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ ട്രംപിന്റെ 2.0 ഈ ടൈമിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ട്രംപ് ഇൻവൈറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രതലവന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി. അപ്പോൾ അന്ന് ഈ ഓപ്റ്റിക്സ് എന്ന് ഇപ്പോൾ രേണുക പറഞ്ഞ പോലെ അന്നത്തെ ഓപ്റ്റിക്സ് നമ്മുടെ എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നത് ഒരു വിസിറ്റേഴ്സ് ബുക്കിലോ അങ്ങനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എഴുതാൻ പോകുമ്പോൾ അതിന്റെ ചെയർ എടുത്ത് പിടിച്ചു മാറ്റുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അത്രയും ഊഷ്മളമായ പേഴ്സണൽ ബന്ധം കാണിക്കാൻ മടിക്കാത്ത ഒരു നേതാവാണ് മിസ്റ്റർ ട്രംപ്. അവരുടെ തമ്മിലുള്ള പേഴ്സണൽ റിലേഷൻ ലോകത്തിൽ എല്ലായിടത്തും മാനിക്കപ്പെടുന്നതാണ്.
അത് നമുക്കറിയാം. അപ്പൊ അന്ന് തന്നെ ഞാൻ ഓർക്കുന്നത് ഇപ്പൊ ഏതാണ്ട് 100 ബില്യൺ കൂടുതലാണെന്ന് തോന്നുന്നു നമ്മുടെ ട്രേഡ് നടക്കുന്നത്. അത് ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ള ഒരു 500 ബില്യണിലേക്ക് ഒക്കെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലായിരുന്നു ട്രേഡിന്റെ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഓപ് സിന്ദൂറും പഹൽഗാമിന് ശേഷം ഓപ് സിന്ദൂറും ഒക്കെ വന്ന്, പിന്നെ ട്രംപിന്റെ ക്ലെയിം ഫോർ നോബൽ പ്രൈസ് ഒക്കെ വന്ന്, അങ്ങനെ ഒരു കാര്യം വന്നതോടെ അതും കൂടെ കൂടിയാണെന്ന് തോന്നുന്നു നമ്മുടെ ബന്ധത്തിന് ഒരു ഉലച്ചിലുണ്ടായത്. അപ്പോൾ ആരും വിചാരിക്കാതെയാണ് ഈ 25%, ഒരു ആവറേജ് 16% ആയിരുന്നു നമ്മുടെ ടാരിഫ് ഉണ്ടായിരുന്നത്. അത് ഏകപക്ഷീയമായിട്ട് 25%ലേക്ക് ഉയർത്തി. അത് കഴിഞ്ഞ് റഷ്യയുടെ ഓയിൽ മേടിക്കുന്നു എന്ന് കരുതിയിട്ട് ഒരു പീനൽ ടാരിഫായിട്ട് 25% കൂടെ നടത്തി. അങ്ങനെ 50%. ഏറ്റവും കൂടുതൽ തീരുവ കൊടുക്കുന്ന ബ്രസീലിലും ഇന്ത്യയുമാണ് 50% അവര് ടാരിഫ് ചുമത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബന്ധം അതുപോലെ വന്നു. പിന്നെയാണ് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അടുക്കല്. അതിൽ എനിക്ക് ഓർമ്മ ഉള്ളത് ട്രംപിന്റെ 1 പോയിന്റ് ഓയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ പാകിസ്ഥാന് ഞങ്ങള് ഒരു $33 ബില്യൺ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവരെന്താണ് നമുക്ക് തിരിച്ചു തന്നത്? ഇവരെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു രാഷ്ട്രമാണ് എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസിഡന്റ് ആയതിനു ശേഷം ഫോണിൽ കൂടി പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ട്രംപ് സംസാരിച്ചിട്ടില്ല. അപ്പോ ഈ ഉള്ളൊരു നയമാറ്റം ഇപ്പോൾ പാകിസ്ഥാനെ എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ പാകിസ്ഥാൻ ഇതിലേക്ക് അടുക്കുമ്പോൾ ഇന്ത്യ US ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ശരിക്കും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ലക്ഷ്യങ്ങൾ കണ്ടിട്ട് there is an indication that they want Pakistan help rather than India's help എന്നാണ് എനിക്ക് തോന്നുന്നത്. പാകിസ്ഥാനെ പറ്റി നമ്മൾ അറിയുന്നത് 50കളിലാണ് അവര് സിയാറ്റോ സെന്റോ എന്നൊക്കെ രീതിയിൽ ഉള്ള ഒരു ഏഷ്യൻ നാറ്റോവിന് തുല്യമായ സെന്റോയിലും സിയാറ്റോയിലൊക്കെ മെമ്പറായത് പാകിസ്ഥാനാണ്. ഇന്ത്യ അന്ന് ചേരിചേരാ നയത്തിന് അതായിരുന്നു നമ്മുടെ നയം. അത് നമ്മളെ ഏതായാലും ഇത്ര വലിയ രാഷ്ട്രത്തിൽ കിട്ടുകയില്ല. നെഹ്റുവിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അപ്പൊ സെന്റോയിൽ അപ്പോ ഈ പാകിസ്ഥാന് 65ലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാബ് ജെറ്റുകളും പാറ്റൺ ടാങ്കും എല്ലാം കിട്ടിയത് US നിന്നാണ്. അവർക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ പാകിസ്ഥാൻ ആർമിക്കും അവർ പരസ്പരം ഒരു സോഫ്റ്റ് കോർണർ പണ്ട് മുതലേ 50s മുതലേ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇന്ത്യയും US-ഉമായിട്ടുള്ള ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് US ആകട്ടെ ഏറ്റവും പുരാതനമായ ഏറ്റവും പഴക്കമുള്ള ഡെമോക്രസിയാണ്. ഇന്ത്യ ആകട്ടെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ്. അപ്പോൾ വി ആർ നാച്ചുറൽ പാർട്ട്നേഴ്സ് ആണ്. അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും 71 വാറിൽ നമുക്കെതിരെ നിക്സന്റെ നമ്മളെ സഹായിച്ചില്ല. ആ കാര്യങ്ങൾ 7th ഫ്ലീറ്റ് ഇന്ത്യക്കെതിരായിട്ട് മൂവ് ചെയ്തു എന്നൊക്കെ വരുന്നു. അപ്പോ ഇപ്പോഴുള്ള നയമാറ്റത്തിനുള്ള കാരണം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഇൻഡോ പസഫിക്കില് ട്രംപിന്റെ 1 പോയിന്റ് ഓയിൽ നടത്തിയിരുന്ന അതിന് ഇൻഡോ പസഫിക്കിൽ ചൈനക്കെതിരായിട്ട് ഇന്ത്യയെ കൂടാതെ ഒരു മുന്നേറ്റമോ എന്തെങ്കിലും